പുരാണത്തിലും കെട്ടുകഥയിലും പറയുന്ന ഒരു ജീവിയുണ്ടല്ലോ, ഹിമാലയത്തിലൊക്കെ കാണുന്ന യതി. ഭീമാകാരമായ വലുപ്പവും വെള്ള രോമങ്ങളുമുള്ള ആ ഭീകര ജന്തുവിന്റെ മുന്നിൽപ്പെട്ട ചില ആൾക്കാരുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓയിൽ ഖനനത്തിനായിട്ട് അലാസ്കയിലെ കാടുകളിലേക്ക് പോയ ഒരു കൂട്ടം ആൾക്കാരെ കാണാതാവുകയാണ്. അവരെ തേടിക്കൊണ്ട് മറ്റൊരു കൂട്ടം ആൾക്കാർ പോകുന്നുണ്ട്. ശേഷം എന്ത് സംഭവിച്ചെന്ന് കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 1947, അലാസ്ക ടെറിട്ടറി. ഒരു ദിവസം രാത്രിയിൽ മഞ്ഞു മൂടിയ ആ ഒരു പ്രദേശത്തിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ റാന്തൽ വിളക്കുമായിട്ട് രാത്രിയിൽ ആ കാട്ടിലൂടെ നടക്കുകയാണ്. പതിയെ നടന്നു വന്ന ആ ഒരു മനുഷ്യനിപ്പോ ഒരു വുഡൻ ഹൗസിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതിനുള്ളിൽ തന്നെ ഒരു കൂട്ടിൽ എന്തോ ഒന്നിനെ പൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെ പിടിക്കാനായിട്ട് ഈ വന്ന ആൾ അയാളുടെ കൈകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് കാടിനുള്ളിൽ വെച്ച് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ഇയാൾ വേഗം തന്നെ കരച്ചിൽ കേട്ട ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി. അലാസ്കയിൽ കാടിന്റെ മറ്റൊരു ഭാഗത്തായിട്ടുള്ള ഒരു വുഡൻ ഹൗസ് കാണിക്കുകയാണ്. അവിടെ കുറച്ചുപേര് താമസിക്കുന്നുണ്ട്. ഒരു വലിയ ഓയിൽ കമ്പനി ചില ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ ഈ ഒരു അലാസ്കയിലെ ഈ ടെറിട്ടറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചില ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. രാത്രിയായ സമയത്ത് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പാട്ടും ഡാൻസുമായിട്ട് അവരങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് ആ കൂട്ടത്തിലെ ഒരു സ്ത്രീ ഒരാളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ജീവിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അവൾ ആകെ പേടിച്ചു പോയി. ഇപ്പൊ ബാക്കിയുള്ളവർ പറയാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വല്ല ഹിമക്കരടിയായിരിക്കും. ആരും അത് വലിയ കാര്യമാക്കി എടുത്തില്ല കേട്ടോ. അങ്ങനെ രാത്രിയായി. ഉറങ്ങുന്ന സമയത്ത് ആ സ്ത്രീ വീണ്ടും ആ ഒരു കരച്ചിൽ കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവൾക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. പിന്നീട് മെയിൻ ഹാളിലേക്ക് വന്ന സമയത്ത് കൂട്ടത്തിലെ ഒരുത്തൻ അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനോട് ഈ ലേഡി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോ ഉറങ്ങിയില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല, ചില ജോലികൾ ബാക്കിയുണ്ടെന്ന്. എന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ലേഡി അടുത്തേക്ക് വരികയാണ്. എന്നാൽ ഇതേ നേരത്തെ തന്നെ മരം കൊണ്ടുണ്ടാക്കിയ ആ ഒരു വീടിന്റെ മുകൾ ഭാഗം തകർത്തുകൊണ്ട് എന്താണെന്നറിയില്ല ഈ മനുഷ്യനെ എന്തോ ഒന്ന് വന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അല്പനേരം കൊണ്ട് ലിറ്റർ കണക്കിന് രക്തം താഴേക്ക് ചീറ്റി ഇറങ്ങുകയാണ്. അത് വന്ന് വീണത് ഈ ലേഡിയുടെ മുഖത്തും. അവരാകെ ഞെട്ടിത്തരിച്ച് അലറി കരയാണ്. ഇവിടെ സീൻ കട്ടായി. പിന്നീട് ഇത് വലിയ വാർത്തയാവാണ്. അതായത് കാട്ടിലേക്ക് ചില ഗവേഷണങ്ങൾക്കായിട്ട് പോയ ഒരു ടീമിനെ കാണാതായിട്ടുണ്ട്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പൊ കാണാതായിരിക്കുന്ന ആ ഓയിൽ കമ്പനി അതിന്റെ മുതലാളിയാണ് സൺഡേ എന്ന് പറഞ്ഞ ആള്. സൺഡേയും ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. അയാളെയും കാണാതായിട്ടുണ്ട്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ സൺഡേയുടെ മകൻ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവര് തിരഞ്ഞു പോകാൻ വേണ്ടി പോവാണ്. അവന്റെ പേര് മരിയോ എന്നാണ്. ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഈ കാര്യം പത്രക്കാരോട് അവൻ പറയുന്നുണ്ട്. മാത്രമല്ല അവൻ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ മിലിറ്ററിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള കോട്ട് ആളാണ് ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ. രണ്ടാമത്തേത് മാർഗരറ്റ്, ആളൊരു ആർക്കിയോളജിസ്റ്റ് ആണ്. പിന്നെ ബൂക്കർ, കമ്മ്യൂണിക്കേഷൻ. ഏത് വനത്തിൽ പോയാലും എവിടെ നിന്നായാലും ഒരു സിഗ്നൽ കണ്ടുപിടിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആണ്. പിന്നെ ഡാൻ എന്ന് വെച്ചാൽ ഈ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട മാർഗരറ്റ് ഉണ്ടല്ലോ, ആർക്കിയോളജിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് പഴയ പുരാതനമായ ഫോസിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ് ഈ മാർഗരറ്റ്. മാത്രമല്ല സിനിമയുടെ ആരംഭത്തിൽ ഒരു സ്ത്രീയെ കണ്ടായിരുന്നല്ലോ, ആ കാട്ടിൽ വെച്ച് കാണാതായ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ലേഡി, അവരുടെ സഹോദരി കൂടിയാണ് ഈ മാർഗരറ്റ്. ഇതിനുശേഷം ഒരു ടീച്ചറെ കാണിക്കുന്നുണ്ട്. അവളുടെ പേര് എല്ലി എന്നാണ്. എലിയെ കാണാനായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒരു ലേഡിയാണ്. അത് മറ്റാരുമല്ല, ഓയിൽ കമ്പനിയുടെ മുതലാളി സൺഡേ ഉണ്ടല്ലോ, അയാളുടെ മകൻ മരിയോയുടെ PA ആണ് ഈ ഒരു ലേഡി. അവരെ തൽക്കാലം നമുക്ക് സാൻഡി എന്ന് വിളിക്കാം. ഇപ്പൊ സാൻഡി വന്നിട്ട് എല്ലിയോട് പറയാണ്, ഓയിൽ കമ്പനിയുടെ ഓണർ ഉണ്ടല്ലോ സൺഡേ, അദ്ദേഹത്തിനെ കാണാതായിട്ടുണ്ട്. കൂടെ ഒരു ടീമും ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ മരിയോ അതുപോലെ തന്നെ ഒരു ടീം, ഇവരെല്ലാവരും കൂടെ അവരെ തേടി ഒരു കാട്ടിലേക്ക് പോവാണ്. നിങ്ങളും കൂടെ വന്നാൽ നല്ലതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് കേട്ട പാടിന് എലി പറയണേ, ഇങ്ങനത്തെ റിസ്ക് എടുത്ത പരിപാടിക്കൊന്നും ഞാനില്ല എന്ന് പറയാണ്. എന്നാൽ ആ സമയത്താണ് സാൻഡി ഒരു കാര്യം പറയുന്നത്. അതായത് കാണാതായ ഈ സൺഡേ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു നിന്റെ അച്ഛൻ ഹരോൾഡ്. അദ്ദേഹത്തെയും ആ കൂട്ടത്തിൽ വെച്ച് കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാനെങ്കിലും നിനക്ക് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഒന്ന് ഷോക്കായി പോയി എല്ലി പറയാണ്, എൻ്റെ അച്ഛനോ? എൻ്റെ അച്ഛൻ 25 വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം. ഈ സമയം സാൻഡി പറയാണ്, അതായത് നാവിഗേഷൻ, കാട്ടിലൂടെയുള്ള ഒരു വഴി കണ്ടെത്തൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. നീ അങ്ങനത്തെ കാര്യത്തിൽ എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് മരിയോ നിന്നെ ആ ഒരു ടീമിൽ എടുക്കാൻ ഉദ്ദേശിച്ചത്. പറ്റുവാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറയണം. ഈ സമയത്ത് എല്ലി പറയാണ്, എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പസ് ഉണ്ട്, അത് നിങ്ങൾ കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞിട്ട് സാൻഡിയുടെ കയ്യിൽ അതിപ്പോ എലി കൊടുത്തയക്കാണ്. എന്നാൽ ഈ സാൻഡി പോയി കഴിഞ്ഞപ്പോൾ എലിക്ക് എന്താണെന്നറിയില്ല, മനസ്സിന് ഭയങ്കര ഒരു വിഷമം. കുറെ വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ അവളെ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും ആ മനുഷ്യനോട് അവൾക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ട്. പഴയ ചില വാർത്തകൾ അതുപോലെ തന്നെ ഫോട്ടോസ് ഇതെല്ലാം അവൾ എടുത്തു നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ആ ഒരു തീരുമാനം മാറ്റി നേരെ മരിയോ കാണാൻ വേണ്ടി പോവാണ്. അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സാൻഡി അവൾ കൊടുത്ത ആ ഒരു കോമ്പസ് ഉണ്ടല്ലോ, അത് എലിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 7 പേരടങ്ങുന്ന ഇവരുടെ
അവരുടെ ടീം ഇനി പോകുന്നത് അലാസ്കയിലെ മഞ്ഞ് മൂടിയ ആ ഒരു കാട്ടിലേക്കാണ്. കാണാതായ സൺഡേ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീമിനെയും തേടിക്കൊണ്ട്. അങ്ങനെ അലാസ്കയിലെ ആ ഒരു കാട്ടിലേക്ക് ഇവരെത്തുകയാണ് കേട്ടോ. എന്നാൽ കാലാവസ്ഥ വളരെയധികം മോശമായിരുന്നു. നല്ല ശക്തിയായ മഞ്ഞുകാറ്റുണ്ടായിരുന്നു. എന്തായാലും ബൂക്കർ അദ്ദേഹത്തിന്റെ ആ ഒരു റേഡിയോ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാണാതായ സൺഡേയുടെ ആ ഒരു ടീം ഉണ്ടല്ലോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആരോ ഒരാൾ കോൾ എടുത്തിട്ടുണ്ട്. അയാളുമായിട്ട് സംസാരിക്കുന്നത് എലിയാണ്. പക്ഷെ ശക്തമായ മഞ്ഞുകാട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് ഒരു കാരണവശാലും വ്യക്തമായി മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും കണക്ഷനും പോവാണ്. ഇപ്പൊ ബൂക്കർ പറയണ ഈ കൊടുങ്കാറ്റൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. എന്നാൽ പിന്നെ നമുക്കിവിടെ ചെറിയൊരു ടെന്റ് അടിച്ച് കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാമെന്ന് മരിയ പറയണം. അങ്ങനെ ടെന്റ് അടിക്കാനുള്ള ചെറിയ ചെറിയ ഹോളുകൾ നിലത്തിടാൻ വേണ്ടി ഡോൺ നോക്കുന്നുണ്ട്. ഡാൻ എന്ന് വെച്ചാൽ ബോംബ് എക്സ്പേർട്ട് ആണ് കേട്ടോ. പക്ഷെ എത്ര നോക്കിയിട്ടും അവിടെ കുഴിയെടുക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവിടെയുള്ള ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കല്ല് പോലെ ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു, ഫ്രീസായിട്ട്. അതേ നേരം തന്നെ എലി വന്നിട്ട് ഈ മരിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ എത്ര നോക്കിയിട്ടും നിങ്ങളുടെ അച്ഛനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ദേഷ്യം വന്ന ഡാന് പറയാണ്, ആഹാ കുറെ നേരമായി എലി നിന്റെ വാക്കും കേട്ട് ഈ കാട്ടിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് പാറ പോലെയുള്ള ഈ സ്ഥലത്ത് ഒന്ന് ടെന്റ് അടിക്കാൻ വരെ കഴിയുന്നില്ല. നീ മിക്കവാറും ഞങ്ങളെല്ലാവരും വഴി തെറ്റിച്ച് കൊണ്ടേ കൊലക്ക് കൊടുക്കുന്ന തോന്നുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന മരിയ പറയാണ്, ഡാനെ നീ ഒന്നും മിണ്ടാതിരിക്കോ, നിനക്ക് അവിടെ ഹോൾ ഇടാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയൊരു എക്സ്പ്ലോസീവ് ഉപയോഗിക്കുക, എന്നിട്ടൊരു ദ്വാരം ഉണ്ടാക്കി ടെന്റ് അടിക്കുന്നു പറയാണ്. എന്തായാലും ആ പറഞ്ഞതുപോലെ തന്നെ ഡാൻ ചെറിയൊരു ബോംബ് ഉണ്ടാക്കി അവിടെ ഒരു ഹോളിട്ട് താൽക്കാലികമായിട്ട് ഒരു ടെന്റ് അടിക്കുന്നുണ്ട്. പിന്നീട് കുറച്ചു നേരം എല്ലാവരും അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. ഈ സമയത്ത് വന്നിട്ട് മരിയ ചോദിക്കുകയാണ്, അല്ല എലി നീ ഒരു നാവിഗേഷൻ അതായത് കാട്ടിലൂടെയുള്ള വഴി കണ്ടുപിടിക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് ആണെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ ഇപ്പൊ എന്താ നിനക്ക് പറ്റുന്നത്? എന്തുകൊണ്ട് വ്യക്തമായ വഴി നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല? ഈ സമയത്ത് എലി പറയാണ്, ദാ ഈ കോമ്പസിലേക്കൊന്ന് നോക്ക്, ഇതിന്റെ ദിശ കാണിക്കുന്ന സൂചി കണ്ടോ, അത് മര്യാദക്ക് വർക്ക് ആവുന്നില്ല. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആണ്. എനിക്ക് ദിശ അറിഞ്ഞാലല്ലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. എനിക്കെന്തോ ഉള്ളിലൊരു പേടി പോലെ നമ്മൾ എന്തോ വലിയ ആപത്തിലേക്കാണ് പോകുന്നതെന്നൊരു തോന്നൽ. എന്നാൽ ഇത് കേട്ട മരിയ പറയണ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അച്ഛനെ തേടി പോകണമെന്ന് പറയണം. ഈ സമയത്ത് ബോംബ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡാൻ ഉണ്ടല്ലോ, നമ്മുടെ മാർഗരറ്റിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാണ് ഇതുപോലൊരു റെസ്ക്യൂ ടീമിൽ വന്ന് ചേർന്നിരിക്കുന്നത്? നീ ഒരു ആർക്കിയോളജിസ്റ്റ് അല്ലേ, നിന്റെ ആവശ്യം ഈ ഒരു ടീമിൽ എന്താണ്? ഈ സമയത്താണ് മാർഗരറ്റ് ആ കാര്യം പറയുന്നത്. അതായത് സൺഡേ എന്ന് പറഞ്ഞ ഓയിൽ കമ്പനിയുടെ ആ ഒരു മുതലാളി ഉണ്ടല്ലോ, അയാളുടെ ടീമിൽ മാർഗരറ്റിന്റെ ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. അപ്പൊ അവളെ തേടി വന്നതാണ് മാർഗരറ്റ്. പെട്ടെന്നാണ് ഡാൻ എല്ലാവരോടും ഒരു കാര്യം പറയുന്നത്, അല്ല നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു ആ ഒരു ശബ്ദം? ഞാൻ വ്യക്തമായിട്ട് അത് കേട്ടതാന്ന് പറയണം. അപ്പൊ തന്നെ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള കോട്ട് പറയണം, ഒന്നും മിണ്ടാതിരിക്കുക, ആരും കേട്ടിട്ടൊന്നുമില്ല. എന്നാൽ ഡാൻ പറയണ, അല്ല നിങ്ങൾ എല്ലാവരും വളരെ നിശബ്ദമായിട്ട് നിന്ന് ഒന്ന് കേട്ട് നോക്കുന്ന പറയണം. അങ്ങനെ എല്ലാവരും സംസാരിക്കാതെ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഒരു കരച്ചിൽ, ഒരു ജീവിയുടെ കരച്ചിൽ ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ കോട്ട് പറയണ, അതൊരു സാധാരണ ഹിമക്കരടി ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തോ ഒരു ജീവിയുടെ കരച്ചിലാണ്, നീ അതും ഇതും പറഞ്ഞ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ നിൽക്കേണ്ടെന്ന് പറയണം. പിന്നീട് എല്ലാവരും ഒന്ന് സംസാരമെല്ലാം നിർത്തി കുറച്ചു നേരം വിശ്രമിക്കുകയാണ്. ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോംബ് സ്പെഷ്യലിസ്റ്റ് ഡാനി പറയാണ്, ഞാൻ ഇപ്പം വരാം, ഒന്ന് മുള്ളിയിട്ട് വരാമെന്ന് പറയണം. അപ്പം തന്നെ നമ്മുടെ എലി പറയുന്നുണ്ട്, എന്തായാലും ഈ ഇരുട്ടത്ത് കാട്ടിലേക്ക് പോയാൽ വഴി തെറ്റും, നീ ഒരു കാര്യം ചെയ്താൽ ഈ കയറുണ്ടല്ലോ ഇത് പിടിച്ചുകൊണ്ട് പൊയ്ക്കുമെന്ന് പറയണം. എന്നാൽ ഡാനി പറയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയണം. ഈ സമയത്ത് എലിയുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബൂക്കർ വരുന്നുണ്ട്. ഇപ്പം ബൂക്കർ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എലി നിനക്ക് എങ്ങനെയാണ് ഈ കാട്ടിലൂടെ പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഇത്ര നന്നായിട്ട് അറിയുന്നത്? നീ അതിലൊരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, എങ്ങനെയാണ് ഈ ഒരു കഴിവ് നിനക്ക് കിട്ടിയത്? എലി ഇപ്പോൾ അവളുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, അമ്മ അധികമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ അവരുടെ കൂടെയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അവർ പറഞ്ഞു തന്നതാണ് ഈ അറിവുകളെല്ലാം. പക്ഷേ എനിക്കൊരു 10-12 വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണും, അത്രയേ ഉള്ളൂ, കൂടുതലായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ബൂക്കർ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എലി സംസാരം നിർത്തുകയാണ്. വേണ്ട നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അതൊന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇതേ നേരം തന്നെ നമ്പർ 1 പോയ നമ്മുടെ ഡാനിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആശാൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന ലൈറ്ററോ അത് കത്തിച്ചിട്ട് ചുറ്റും അങ്ങനെ നോക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ അരണ്ട് വെളിച്ചത്തിൽ അവന്റെ അരികിലേക്ക് എന്തോ ഒന്ന് വരുന്നുണ്ട്. അത് കണ്ട് അവൻ ആകെ ഭയന്നു പോവാണ്. പിന്നീട് കേൾക്കുന്നത് അവന്റെ കരച്ചിലാണ്. എന്നാൽ അവന്റെ ടീമിലുള്ള ആരും ആ ഒരു കരച്ചിൽ കേട്ടില്ല കേട്ടോ. എന്നാൽ ആ ഒരു നേരിയ ശബ്ദം എലിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എലി ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവള് വെറുതെ അങ്ങ് പോവാതെ ഡാനിന് കൊടുക്കാൻ വെച്ച ആ ഒരു കയറുണ്ടല്ലോ അത് പിടിച്ചാണ് അവള് പോകുന്നത്. അത് പിടിച്ചങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ആ കയറ് തനിയെ മുറിഞ്ഞു പോവാണ്. തനിയെ മുറിഞ്ഞു പോകാൻ ഒരു സാധ്യതയില്ല, ആരും മുറിച്ചിട്ടതുപോലെയാണ് മുറിഞ്ഞത്. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് ചോരയിൽ കുളിച്ചുകൊണ്ട് ഡാനി വരുന്നത്. പക്ഷേ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ദേഹം നിറയെ രക്തമുണ്ട്, തലയുടെ ഭാഗത്തൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, ഒരുമാതിരി കിളി പാറിയ അവസ്ഥ. കാട്ടിലൂടെ എന്തൊക്കെയോ പാട്ടുപാടിയാണ് അവൻ നടക്കുന്നത്. എന്നാൽ കാര്യം എന്താണെന്ന് എലിക്ക് മനസ്സിലായി. ഏതോ ഒരു മൃഗം അവന്റെ തലക്കിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അവന്റെ കിളി പോയതാണ്. എന്നാൽ അവനെ അറ്റാക്ക് ചെയ്ത ആ ഒരു മൃഗം അതെന്താ
എന്തായിരിക്കും? പെട്ടെന്നാണ് അവളൊരു നിഴല് കണ്ടത്. വേഗം തന്നെ അവിടെ കണ്ട വലിയൊരു മരത്തിന്റെ പിന്നിൽ പോയിട്ട് അവൾ ഒളിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ആ രൂപം പതിയെ പതിയെ വരികയാണ്. ഒരു നിഴല് പോലെ, ഒരു ഷാഡോ പോലെ അതിനെ കാണിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് അതെത്താനായ സമയത്ത് എലിയെ കാണാത്തത് കൊണ്ട് ബാക്കിയുള്ളവർ അവളിങ്ങനെ ഉറക്കനെ വിളിക്കുകയാണ്. ആ ശബ്ദം കേട്ട് തൽക്കാലം ആ ഒരു ജീവി അവിടുന്ന് പോവാണ്. എന്നാൽ എലിക്കുണ്ടല്ലോ ഒന്ന് കരയാൻ പോലും കഴിയാൻ പറ്റാത്ത അത്രയും രീതിയിൽ അവൾ തളർന്നു പോയിട്ടുണ്ടായിരുന്നു, പേടി കാരണം. പിന്നീട് ആ ഒരു ജീവി പോയപാട് തന്നെ അവൾ വേഗം ടീമിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയാണ്. എന്നാൽ ആ സമയത്ത് ഇവരെല്ലാവരും നോക്കുമ്പോൾ ഡാനിനെ കാണാനില്ല. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോര കണ്ടിട്ടുണ്ട്, മിക്കവാറും അവൻ മരിച്ചിട്ടുണ്ടാവും. എന്നാൽ മരിയോ, അതായത് ഇവരുടെ മുതലാളി പറയാണ്, ഏയ് അതിനൊന്നും സാധ്യതയില്ല, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അവന് നന്നായി കുടിക്കുന്ന ശീലമുള്ളതുകൊണ്ട് മിക്കവാറും എവിടെയെങ്കിലും വീണ് എടുക്കുന്നുണ്ടാവും. നിങ്ങൾ വെറുതെ സിറ്റുവേഷൻ വെറുതെ വഷളാക്കാൻ നോക്കണ്ട. എന്നാൽ ഇതേ നേരം തന്നെ വളരെയധികം ഭയന്ന് ഒന്നും സംസാരിക്കാതെ നിൽക്കുന്ന എലി പറയാണ്, ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ല, അവൻ മരിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ്. അവൾ കണ്ട കാര്യം ഇവരോട് പറയുന്നുണ്ട്. എന്തായാലും അവൻ ഈ സമയത്തേക്ക് മരിച്ചിട്ടുണ്ടാവും പറയാണ്. ഈ സമയത്ത് മാർഗരറ്റ് പറയണം, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ ബോഡി തേടി കണ്ടുപിടിക്കണം. എന്നാൽ ഇത് കേട്ടപ്പോൾ മരിയക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് ശരിക്കും വന്നത്? എന്റെ അച്ഛനെയും ടീമിനെയും കണ്ടുപിടിക്കാനല്ലേ? ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി, വേറൊരു വിഷയത്തിലേക്ക് ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അധികം സമയമില്ല. എന്തായാലും ആദ്യം നമുക്ക് എന്റെ അച്ഛനെ കണ്ടുപിടിക്കാം, അതിനുശേഷം വേറെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. തിരിച്ചു വരുന്ന വഴിക്ക് വേണമെങ്കിൽ അവനെ തേടി പോവാം, അല്ലെങ്കിൽ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഡെഡ് ബോഡി റിക്കവർ ചെയ്യുന്ന കാര്യം നോക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്ന കേൾക്കണം, കാരണം ഞാനാണ് നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത്. അങ്ങനെ വളരെ സെൽഫിഷ് ആയിട്ട് മരിയോ സംസാരിക്കുകയാണ്. പിന്നീട് അവൻ പറഞ്ഞതുപോലെ തന്നെ അവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. എലിയുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് വെച്ച് ഇവർ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. ഈ സമയത്ത് ടീം ക്യാപ്റ്റനായിട്ടുള്ള കോട്ടിന്റെ അടുത്ത് മാർഗരറ്റ് വന്ന് ഒരു കാര്യം പറയാണ്. കോട്ടെ, ഞാൻ അവന്റെ ആ ഒരു ഡെഡ് ബോഡി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. അവൻ എങ്ങനെയാ മരിച്ചത്, ഏത് മൃഗത്തിന്റെ അക്രമം കൊണ്ടാണ് മരിച്ചത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ മൃഗങ്ങളെക്കുറിച്ചും അത്യാവശ്യം നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്ത് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുണ്ടെങ്കിൽ അത് ഏത് ജീവിയാണ് അവൻ ആക്രമിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന കോട്ട് പറയാണ്. ഇപ്പൊ തൽക്കാലം നമുക്കതിന് നേരല്ല. എന്നാൽ ഈ സമയത്താണ് കോട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവരുടെ ടീമിലുണ്ടായിരുന്ന മരിയയുടെ PA ഉണ്ടല്ലോ, സാൻഡി, അവളെ കാണാനില്ല. പെട്ടെന്നാണ് അവളെ കാണാതായത്. എല്ലാവരും ചുറ്റും നോക്കി, പക്ഷേ ഈ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ അവർക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും അവളെ തേടി പോകാമെന്ന് തീരുമാനിച്ച സമയത്ത് മരിയ വീണ്ടും പറയാണ്, ഇപ്പൊ അതിന് നേരമില്ല, ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് ആദ്യം വന്ന പണി ചെയ്യാന്ന് പറയാണ്. ഈ സമയത്ത് ഇത് കേട്ട് ദേഷ്യം വന്ന ഗോട്ട് പറയാണ്, നീ ഒരുപാട് കിടന്ന് ചിലക്കാൻ നിൽക്കരുത്, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഇനിയിപ്പോൾ അവളെയും കണ്ടുപിടിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് ഗോട്ട് പറയണം. കാരണം ഒരു ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. ഇപ്പൊ മാർഗരറ്റ് പറയണം, ഞാനും നിന്റെ കൂടെ വരാന്ന്. അങ്ങനെ ഗോട്ടിന്റെ കൂടെ മാർഗരറ്റ് ഇപ്പൊ കാട്ടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. ബാക്കിയുള്ളവർ ഇപ്പൊ എലി പറയുന്നത് പോലെ എലിയുടെ കൂടെ പോവാണ്. കാരണം എലിക്ക് മരിയോ പറയുന്നതേ കേൾക്കാൻ കഴിയുള്ളൂ. എന്തായാലും മാർഗരറ്റും കോട്ടും കൂടെ കാട്ടിന്റെ ഒരു ഭാഗത്തൂടെ നമ്മുടെ സാൻഡിയെ തേടി നടക്കുന്ന സമയത്ത് മാർഗരറ്റ് ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണാണ്, വലിയൊരു കാൽപ്പാട്. എന്നാൽ അത് കണ്ട സമയത്ത് മാർഗരറ്റിന് അത് മനസ്സിലാവുന്നില്ല, ഏത് ജീവിക്കാണ് ഇത്രയും വലിയ കാൽപ്പാട് ഉണ്ടാവുക? അതിന്റെ ഷേപ്പും കുറച്ച് ഡിഫറന്റ് ആയിരുന്നു. വളരെയധികം അത്ഭുതം അവൾക്ക് തോന്നുകയാണ്. ഇതേ നേരം തന്നെ കോട്ട് അവനൊരു കാര്യം ശ്രദ്ധിച്ചു, അതായത് സാൻഡിയുടെ കരച്ചിൽ അത് എവിടുന്നോ കേൾക്കുന്നുണ്ട്. എന്തായാലും ആ കേട്ട ഭാഗത്തേക്ക് ഗണ്ണ് ലോഡ് ചെയ്ത് അവൻ ഓടി ചെല്ലുകയാണ്. അവൻ ഓടുന്ന വേഗത്തിൽ ഇപ്പൊ മാർഗരറ്റിനെ അവന്റെ പിന്നാലെ പോകാൻ കഴിയുന്നില്ല. എന്തായാലും അവൾക്ക് പറ്റാവുന്ന വേഗത്തിൽ അവൾ പോകുന്നുണ്ട്. ഇപ്പൊ കോട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സാധനം അവന്റെ മുന്നിലേക്ക് വരികയാണ്. ഷൂട്ട് ചെയ്യാൻ തയ്യാറായി തന്നെ അവൻ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് മാർഗരറ്റിന്റെ മുഖം വ്യക്തമായിട്ട് അവൻ കാണുന്നത്. കാരണം ഇപ്പൊ വന്നിരിക്കുന്നത് മാർഗരറ്റ് ആയിരുന്നു. ഇപ്പൊ അവളോട് കോട്ട് പറയാണ്, ഒരു സെക്കൻഡ് വൈകിയായിരുന്നെങ്കിൽ ഞാൻ നിന്നിപ്പോ വെടിവെച്ചേനെ. ഇതേ സമയത്ത് വീണ്ടും സാൻഡിയുടെ കരച്ചിൽ കേൾക്കാണ്. രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇവരുടെ കൺമുന്നിൽ വെച്ച് സാൻഡിയെ ഭീമാകാരമായിട്ടുള്ള ആ ഒരു ജീവി വലിച്ച് കീറുന്നതാണ് ഇവർ കണ്ടത്. വേഗം തന്നെ കോട്ട് അങ്ങോട്ടേക്ക് വെടിവെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ദേഹത്ത് തട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും മാരകമായ രീതിയിൽ മുറിവേറ്റ സാൻഡി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ കോട്ട് പോയിട്ട് അവളെ മടിയിൽ ഇരുത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഒരുപാട് രക്തം ശരീരത്തിൽ നിന്നും പോയിട്ട് അവൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് കോട്ടിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള 3 പേര്, അതായത് മരിയോ, ബൂക്കർ, എലി, ഇവർ 3 പേരും മരിയോയുടെ അച്ഛനും ടീമും താമസിച്ച ആ ഒരു വുഡൻ ഹൗസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ വേഗം തന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വിശദമായിട്ട് തന്നെ അവർ നോക്കിയപ്പോൾ ഒരു പെട്ടിയുടെ പിറകിലായിട്ട് നിലത്ത് പേടിച്ച് വിറച്ച് ഒരാൾ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ മാർഗരറ്റ് ആയിരുന്നു. എന്താ പറ്റിയതെന്നൊക്കെ എല്ലാവരും ഓടിച്ചെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. നടന്ന സംഭവം മുഴുവൻ അവൾ പറയാണ്. അതായത് സാൻഡിയെ ഒരു മൃഗം വന്ന് അറ്റാക്ക് ചെയ്തു, അതിന്റെ പല്ലാണ് ഇതെന്ന് പറഞ്ഞിട്ട് വലിയൊരു പല്ല് അവൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭയം കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ്. അതുപോലെ തന്നെ കോട്ട് ആ ജീവിയെ പിടിക്കാനായിട്ട് അതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും നല്ല പേടിയുണ്ട്, കാരണം അതെന്ത് ജീവിയാണെന്ന് ആർക്കും അറിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ കോട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. കോട്ട് വന്നപാട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു ജീവിയെ കണ്ടായിരുന്നോ, എന്താണ് ആ ഒരു ജീവി? ഇപ്പൊ കോട്ട് പറയാണ്, ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സാധനത്തിനെ കണ്ടിട്ടില്ല. വെളുത്ത നിറമാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, ദേഹം നിറയെ രോമമാണ്, കണ്ടാൽ ഒരു കരടിയെ പോലെ തോന്നുമെങ്കിലും അത് ഉറപ്പായിട്ട് ഒരു കരടിയല്ല. ഇതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന മരിയ പറയാണ്, നീ ഒരു ടീം ക്യാപ്റ്റൻ അല്ലേ, ബാക്കിയുള്ളവരുടെ ജീവന് നീ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, നീ കാരണമാണ്
ആന്റി മരിച്ചത്. എല്ലാവരും സുരക്ഷിതമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതും ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകേണ്ടതും നിന്റെ ചുമതലയായിരുന്നു. നീ അത് മര്യാദക്ക് ചെയ്തില്ല. ഇത് കേട്ട സമയത്ത് നമ്മുടെ കോട്ടിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. കാരണം ഓരോന്ന് ചെയ്യാന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നത് ഇതാ ഈ മരിയോ തന്നെയാ. കാരണം നോക്കിയൊന്ന് കൊടുക്കാൻ വേണ്ടി കോട്ട് പോയപ്പോൾ പെട്ടെന്ന് തന്നെ ബൂക്കർ വന്നിട്ട് അവനെ പിടിച്ചു മാറ്റുകയാണ്. പെട കിട്ടേണ്ട വർത്താനം തന്നെയല്ലേ മരിയോ ഇപ്പൊ പറഞ്ഞത്. എന്നാലും ബൂക്കർ പറഞ്ഞതുകൊണ്ട് കോട്ട് ഒന്ന് സമാധാനാവുകയാണ്. ഇപ്പൊ കോട്ട് പറയാണ്, അവൾ മരിക്കാൻ കാരണം ഞാനല്ല നീയാണ്, അതുകൊണ്ട് നീ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ടെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ മാർഗരറ്റ് എല്ലാവരും ഒന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? നമ്മളിപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവി അതൊരു സാധാരണ ജീവിയല്ല. അതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. പല നാട്ടിലും അതിന് പല പേരുകളാണ്. സ്നോമാൻ എന്ന് ചില ആളുകൾ പറയും, ചില നാട്ടിൽ അതിന് യതി എന്ന് പറയും. മഞ്ഞുമലയിലെ ഒരു രാക്ഷസൻ തന്നെയാണ് ആ ഒരു ജീവി. അസാധ്യമായ ശാരീരികമായ ശക്തി ആ ഒരു ജീവിക്കുണ്ട്. മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കാനും മനുഷ്യനെ പോലെ ആക്രമിക്കാനും അതിന് കഴിയും. അതുകൊണ്ടാണ് അത് ഇത്രത്തോളം ഡേഞ്ചർ ആവുന്നത്. എനിക്കൊരു കാര്യം ഇനി പറയാനുള്ളൂ. നമ്മൾ ആരും ഇനി പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതേ സമയത്ത് തന്നെ ആ ജീവിയുടെ കരച്ചിൽ, അതായത് യതി, അതിൻ്റെ കരച്ചിൽ ഇപ്പോൾ ഇവർ കേൾക്കുകയാണ്. ഇത് കേട്ടപാടിനെ എല്ലാവരും ഒന്ന് അലേർട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ട് പറയണം, എല്ലാവരും നന്നായിട്ട് സൂക്ഷിക്കണം. അവൻ വേഗം തന്നെ അവൻ്റെ ആ ഒരു ഗണ്ണ് ലോഡ് ചെയ്യാണ്. എന്നിട്ട് ജനാലയുടെ അരികിലൂടെ അവൻ ആ ഒരു ഗണ്ണ് വെച്ച് അങ്ങനെ നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഭാഗത്തൂടെ യതി വരികയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യാൻ തന്നെ. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? വളരെ സൈലന്റ് ആയിട്ട് ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കണ്ടേ? എന്നാൽ പൊട്ടനായിട്ടുള്ള മരിയോ എന്താ ചെയ്തതെന്ന് അറിയോ? അവിടെ ഉണ്ടായിരുന്ന ഒരു റേഡിയോയുടെ അടുത്തേക്ക് ചാടി വീണ് വേഗം തന്നെ പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഭയങ്കരമായിട്ട് അവൻ ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിൽ നമ്മുടെ കോട്ടിന്റെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട്. ഇതേ നേരം ജനാലയിലൂടെ കൈയിട്ട് യതി അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഗോട്ടിനെ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ വയറിന്റെ ഭാഗത്ത് വലിയൊരു മുറിവുണ്ടാകുന്നുണ്ട്, മാരകമായ മുറി. ഒരു സെക്കൻഡ് കോട്ടിന്റെ ശ്രദ്ധ മാറിയപ്പോൾ സംഭവിച്ച അപകടമാണ്. പരിക്കേറ്റ ഈ കോട്ടിനെ രക്ഷപ്പെടുത്താൻ വേഗം തന്നെ എലി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ജനൽ പൂർണ്ണമായും തകർത്ത് യതി എന്ന് പറഞ്ഞ ആ ഒരു ഭീകര മൃഗം ഉണ്ടല്ലോ അത് കോട്ടിനെ കാട്ടിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ഇത് നേരിട്ട് കണ്ട എലി ആകെ ഷോക്കായി പോവാണ് കേട്ടോ. അവൾ നിന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ബൂക്കറാണ് അവളെ സമാധാനിപ്പിക്കുന്നത്. എന്തായാലും ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇവരുടെ സേഫ്റ്റി അതെന്തായാലും നോക്കണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും കൂടെ തകർന്നു പോയ ആ ഒരു ജനാല വേഗം തന്നെ പലകകൾ വെച്ച് അടയ്ക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരുടെ ഡെഡ് ബോഡി അത് തണുത്തുറഞ്ഞ രീതിയിൽ അവിടെ വെച്ച് ഇവർക്ക് കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്ന സമയത്ത് മാർഗരറ്റ് വന്നിട്ട് നമ്മുടെ എലിയോടൊരു കാര്യം പറയണം. എലി, നീ പേടിക്കേണ്ട, എന്തായാലും നിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടീമിനെ ആ യതി ആക്രമിക്കുന്ന സമയത്ത് എന്തായാലും നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇതേ നേരം ബൂക്കർ അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ഉപയോഗിച്ച് പുറത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് വർക്കാവുന്നില്ല. പ്രധാനമായിട്ടും അതിന്റെ ആന്റിന അത് തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെങ്കിലും ശരിയാക്കിയാലേ ഈ റേഡിയോ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇതേ നേരം അവിടെ എലി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ബൂക്കർ എന്തിനാ നീ ഇങ്ങനെ കരയെന്ന് ചോദിച്ചപ്പോൾ എലി പറയാണ്, ഇതിനെല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ, ഞാൻ നിങ്ങളെ വഴി തെറ്റിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിക്കുന്നത്. ഈ സമയത്ത് ബൂക്കർ പറയാണ്, എലി നീ അങ്ങനെ ചിന്തിക്കല്ലേ, നീ ഉള്ളത് കൊണ്ടാണ് ഇവിടെയെങ്കിലും നമുക്ക് എത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ കാട്ടിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് എവിടെയെങ്കിലൊക്കെ എത്തിപ്പോയാണ്. ബൂക്കറിന്റെ സംസാരം കേട്ടപ്പോൾ അവൾ നോക്കിയാവാണ്. എന്നാൽ പിന്നെയും അവൾ കരയാൻ തുടങ്ങുകയാണ്. എന്താണ് എലി, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എലി പറയാണ്, ഇതുപോലെ എനിക്ക് അബദ്ധം പറ്റുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കാട്ടിലേക്ക് പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ വഴി നോക്കിയത് ഞാനായിരുന്നു. എന്നാൽ വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ എൻ്റെ അമ്മ മരിക്കാൻ കാരണക്കാരി ഞാനല്ലേ. ഇപ്പൊ ബൂക്കർ വീണ്ടും പറയാണ്, എലി എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ, ചില കാര്യങ്ങൾ അത് സംഭവിക്കാനുള്ളതാണ്. എന്നത്തെയും പോലെ ഇന്നും നീ നിന്റെ ജോലി നന്നായിട്ട് ചെയ്തു, അന്നും അതുപോലെ നന്നായിട്ട് ചെയ്തിരണം. പക്ഷേ എന്താ ചെയ്യാ, ഓരോ കാര്യങ്ങൾ വരാനുള്ളത് അത് വഴിയിൽ തങ്ങില്ലല്ലോ. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് നീ ചിന്തിക്കല്ലേ. ഇപ്പൊ തൽക്കാലം പഴയ കാര്യങ്ങൾ ആലോചിച്ച് കരഞ്ഞിരിക്കാനുള്ള സമയമല്ല. എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. എന്തായാലും ഇവിടെ ഒരു ടവർ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നാൽ അതിന്റെ ആന്റിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം. ഒരു ഗൺ എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ടവറിന്റെ അടുത്തേക്ക് എത്തി കാവലിനായിട്ട് ഇപ്പൊ എലിയെ താഴെ നിർത്തിയിട്ട് ആ ടവറിന്റെ മുകളിലേക്ക് ഇപ്പൊ ബൂക്കർ കയറുകയാണ്. അങ്ങനെ അതിന്റെ മുകളിലെത്തി ബൂക്കർ എന്തൊക്കെയോ ടെക്നിക്കലി ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പഴക്കളുള്ള ഏണിയാണ്, അതിന്റെ ഒരു പടി പൊട്ടിപ്പോയി. അവൻ താഴേക്ക് വീഴുന്നുണ്ട്. ഒരു കയറിൽ കുരുങ്ങി അവൻ അങ്ങനെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, താഴേക്ക് എത്തിയിട്ടില്ല. വേഗം തന്നെ മുകളിലേക്ക് കയറി എലി അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്താണ് എലിയുടെ കരച്ചിലും ശബ്ദവും അവൾ കേൾക്കുന്നത്. ആകെ പേടിച്ചു പോയ എലി എന്താക്കി തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ ഒളിക്കുകയാണ്. ഇതേ നേരം ബൂക്കർ അവനിപ്പോ കുടിയും കിടക്കുന്ന ആ ഒരു കയറുണ്ടല്ലോ അതങ്ങ് മുറിക്കുകയാണ്. അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എലി അങ്ങോട്ടേക്ക് എത്തുകയാണ്. കുറ്റിക്കാട്ടിൽ എലി ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എലി നോക്കി നിൽക്കെ താഴെ വീണ ബൂക്കറിനെ വളരെ ക്രൂരമായിട്ട് തന്നെ ഈ എലി കൊല്ലുന്നുണ്ട്. കാരണം അതിന്റെ കൈയുടെ നഖം എന്ന് പറഞ്ഞാൽ അത്രയും നീളമാണ്. വലിയൊരു കത്തിയുണ്ടല്ലോ അതുപോലെയുണ്ട്. അതുകൊണ്ടൊരു മാന്ത് കിട്ടിയാണ്ടല്ലോ 1 കിലോ ഇറച്ചി പറഞ്ഞു വരും. എന്തായാലും വളരെ ബ്രൂട്ടലായിട്ട് തന്നെ ബൂക്കർ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ എലി കാട്ടിലേക്ക് ഓടുന്നുണ്ട്. ആ സമയത്താണ് കാട്ടിൽ മറ്റൊരു വുഡൻ ഹൗസ് കാണുന്നത്. അവള് വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്.
ഓടിക്കയറിയ സമയത്ത് മറ്റൊരു കാര്യം കണ്ട് അവൾ വീണ്ടും ഞെട്ടുകയാണ്. ഒരു കൂട്, ആ കൂട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ ആരോ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് എത്തി നോക്കിയപ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ മരിയ ഉണ്ടല്ലോ, അവന്റെ അച്ഛൻ, ആ ഓയിൽ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള സൺഡേ ആയിരുന്നു അത്. സ്വബോധം നഷ്ടമായ ആ മനുഷ്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ട് അയാള്. എന്തായാലും ഈ സൺഡേ എലിയെ കണ്ടപ്പോൾ നീ ആരാ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും എലി വേഗം തന്നെ ആ ഒരു കൂട് തല്ലി പൊളിച്ച് ഇയാൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ സൺഡേയും കൂട്ടിയിട്ട് ഇവരാദ്യം വന്ന ആ ഒരു വുഡൻ ഹൗസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ മരിയുണ്ട്, അതുപോലെ തന്നെ മാർഗരറ്റും ഉണ്ട്. എന്തായാലും മരിയൊക്കെ അവന്റെ അച്ഛനെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. അച്ഛനെ തേടിയാണ് വന്നത്, അച്ഛനെ കണ്ടുപിടിച്ചു, ജീവനോടെ ഉണ്ടല്ലോ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നിപ്പോൾ മരിയോ പ്ലാൻ ചെയ്യാണ്. ഇതേ നേരം തന്നെ നമ്മുടെ എലി ഉണ്ടല്ലോ ആ ഒരു വുഡൻ ഹൗസ് മുഴുവനായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കുകയാണ്. ഈ സമയത്ത് പലതരം കെമിക്കൽസിന്റെ ബാരൽസ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വിചിത്രമായിട്ടുള്ള ഡ്രോയിങ്സും, അതായത് ഈ മനുഷ്യർ യതിയായിട്ട് മാറുന്ന രീതിയിലുള്ള, അതായത് എന്തൊക്കെയോ ചില വശപ്പശകളുള്ള ചില ഡ്രോയിങ്സ്. കാര്യം അത്ര പന്തിയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. എന്തായാലും ഇതേ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് മരിയ വരുന്നുണ്ട്. മരിയ പറയണത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, നമ്മൾ വന്ന സ്ഥലത്ത് ആ ഒരു ബോട്ട് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഇവിടുന്ന് പോകാന്ന് പറയാണ്. എന്നാൽ ഈ സമയത്ത് ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത സൺഡേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. ഇയാൾ വന്നപാട് പറയാണ്, എന്നെ ആ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടത് ആരാന്നറിയോ എലി, അത് മറ്റാരുമല്ല, നിന്റെ അച്ഛൻ ഹെറോൾഡ് ഉണ്ടല്ലോ അയാൾ തന്നെയാണ്. നിന്റെ അച്ഛനെ കാണാതെ ഞാൻ ഈ കാട്ടിൽ നിന്ന് പോകില്ല എന്ന് പറയാണ്. അതായത് ഈ കാട്ടിൽ നിന്നും ഇപ്പൊ രക്ഷപ്പെട്ടു പോകാനുള്ള യാതൊരു പ്ലാനും ഈ സൺഡേക്കില്ല. ഇവിടെ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ശരിക്കും എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് സൺഡേയോട് മാർഗരറ്റ് ചോദിച്ചപ്പോൾ സൺഡേ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ പെർമിഷൻ മേടിച്ചത് ഇവിടെ നിന്നും ഓയിൽ ഖനനം ചെയ്യാനാണ്. പക്ഷേ എനിക്ക് വയസ്സായി, സമ്പാദിക്കാവുന്നതിലപ്പുറവും ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു. ഒരുപാട് പണം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരിക്കലും പണം വെച്ച് എന്റെ ആഗ്രഹങ്ങളെ തീർക്കാൻ കഴിയില്ല. ഞാൻ എന്നല്ല, എന്റെ കൂടെ വേറെയും ചില കൂട്ടുകാരുണ്ട്. അവർക്കൊന്നും ഇനി വേണ്ടത് പണമല്ല, കുറച്ച് അധികമായിട്ടുള്ള ത്രില്ലാണ്. ആ ത്രില്ലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനു വേണ്ടിയിട്ടാണ് എലി നിന്റെ അച്ഛനെ ഞങ്ങൾ കൂടെ കൂട്ടിയത്. അയാൾ ഒരു കഥ പറയായിരുന്നു. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സൈന്യത്തെ കാട്ടിൽ വെച്ച് ഇവിടെ വെച്ച് ആക്രമിച്ച ഒരു വിചിത്രമായ ജീവി യതി. ആ യതിയെ തേടിയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം വന്നവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല, എല്ലാത്തിനെയും ആ യതി കൊന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കാനും വേട്ടയാടാനും തന്നെയാണ്. ആ ഒരു ത്രില്ലിന് വേണ്ടി, ആ കിക്കിന് വേണ്ടി. അതെ, തന്തക്ക് നല്ല മൂത്ത കഴപ്പാണ്. പക്ഷെ ഈ തന്തയുടെ ഈ കഴപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പാവങ്ങളെ കൊലക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് എലി ചോദിക്കണം, അതൊക്കെ പോട്ടെ, എന്തിനാണ് എന്റെ അച്ഛൻ നിങ്ങൾ ആ ഒരു കൂട്ടിൽ അടച്ചു വെച്ചത്? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പൊ സൺഡേ പറയണ വ്യക്തമായ കാരണമുണ്ട്. നിങ്ങളിപ്പോ വേട്ടയാടുന്ന ഈ യതി ഉണ്ടല്ലോ, അതിനൊരു കുഞ്ഞുണ്ട്. അതിനെ വേട്ടയാടി കൊന്ന് അതിനെ ചുട്ടു തിന്നാം എന്നൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ത്രില്ലായിരിക്കില്ലേ? പക്ഷെ നിന്റെ അച്ഛനെ എന്തോ അതിഷ്ടമായില്ല. അതിന്റെ പേരിൽ ഞാനും അവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി. അവസാനം ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് ഹരോൾഡ് എന്നെ ആ കൂട്ടിൽ പൂട്ടിയിട്ടു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും യതി ആക്രമിച്ചു. അവരെല്ലാവരെയും യതി കൊന്നുകളയും ചെയ്തു. പക്ഷെ നോക്കിക്കോ, ആ കുഞ്ഞിനെയും ഞാൻ കൊല്ലും, അതിന്റെ തള്ളയും ഞാൻ കൊല്ലും. ഇതേ സമയത്തിന് മാർഗരറ്റ് പറയാണ്, യതിയോ അതിനൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനൊരു പേർ, ഒരു ഇണയും കൂടി ഉണ്ടാവുമല്ലോ. എന്നാൽ ഈ ഒരു സൺഡേ പറയുന്നത്, എന്തായാലും വലിയ യതി അതിനൊന്നിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഇന്ന് രാത്രി തന്നെ ഞാൻ അതിനെ പിടിക്കും. പക്ഷേ അതിനെ പിടിക്കണമെങ്കിൽ എനിക്കൊരു എര വേണം. ഇതും പറഞ്ഞ് നേരെ വരുന്നത് മാർഗരറ്റിന്റെ അടുത്തേക്ക്. അവളുടെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലിക്കിട്ടും ഒന്ന് കൊടുക്കുകയാണ്. രണ്ടുപേരുടെയും ബോധം പോയി. അതായത് ഇവരെ വെച്ച്, ഇവരെ എരയായി വെച്ച് യതിയെ പിടിക്കാനാണ് ഈ കഴപ്പുമൂത്ത തന്തയുടെ പ്ലാന്. ദുഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ. മാർഗരറ്റിനെ കൂട്ടിന് പുറത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എലിക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അവളെ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. രക്ഷപ്പെടുത്തിയ ഈ പെണ്ണിനെ തന്നെ ഇയാൾ കൊല്ലാൻ നോക്കുകയാണല്ലേ. എന്തായാലും സൺഡേ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിനോട് യാതൊരു താല്പര്യം ഇല്ലായിരുന്നു മരിയോ ഇത് ചെയ്യേണ്ട, അവളെ കൊല്ലാൻ പറ്റില്ല, അവളാണ് നമ്മുടെ വഴികാട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് സൺഡേ പറയാണ്, പൊന്നു മോനെ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നോട് വല്ലാതെ ചെലയ്ക്കാൻ വന്നാണ്ടല്ലോ, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ ഇവിടെ നിന്നോന്ന് പറയണം. മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് മരിയ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ അവിടെ കെട്ടിയിട്ട മാർഗരറ്റിന്റെ അടുത്തേക്ക് പതിയെ ആ ഒരു യതി വരുന്നുണ്ട്. അവളുടെ കണ്ണുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു യതി അവളുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് അവൾക്കത് മനസ്സിലായി കേട്ടോ. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ജീവിയെ രണ്ട് കൈ നീട്ടി അവളിങ്ങനെ അതിനെ സ്പർശിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവന്റെ മുന്നിലിരിക്കുന്ന എര അവനെ കൊല്ലാൻ നോക്കുകയല്ലാന്ന് ഇപ്പൊ യതിക്ക് മനസ്സിലായി. ആദ്യമൊന്നും അവൻ ആക്രമിച്ചല്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ കൈ വെച്ച് മാർഗരറ്റിനെ ഒരൊറ്റ വീശാണ്. ആ നഖം തട്ടി മാർഗരറ്റിന്റെ നെഞ്ച് കീറി പോകുന്നുണ്ട്. അവളും മരണപ്പെട്ടു പോവാണ്. ആ മരണവേദനയിൽ മാർഗരറ്റ് കരഞ്ഞപ്പോൾ ആ കരച്ചിൽ കേട്ട് ബോധമില്ലാതെ കിടന്ന എലി ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റപ്പോൾ അവൾ എന്താ കാണുന്നത്? യതി എന്ന് പറയുന്ന ആ ഒരു ഭീകര രാക്ഷസനെ. എലിയെ കണ്ടപാടിന് ആ കൂട്ടിന്റെ അടുത്തേക്ക് യതി ഓടി വരികയാണ് കേട്ടോ. കൂട്ടിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് അവളെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒളിച്ചിരുന്ന സൺഡേ ഉണ്ടല്ലോ ഗണ്ണ് വെച്ച് യതിയെ ഷൂട്ട് ചെയ്യാണ്. അതായത് മയക്കുമരുന്ന് വെച്ച് ഷൂട്ട് ചെയ്യാണ്. അതിന്റെ ശരീരമാണെങ്കിൽ ഇപ്പൊ പതിയെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പിന്നീട് വേഗം തന്നെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും യതി പോയി കഴിഞ്ഞപ്പോൾ എലി വേഗം തന്നെ ആ ഒരു കൂട് തുറന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയത്ത്
സമയത്ത് മകനായിട്ടുള്ള മരിയോ അവന് വിളിച്ചിട്ട് സൺഡേ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് യതിയുടെ ദേഹത്തേക്ക് അല്പം മയക്കുമരുന്ന് കയറിയിട്ടുണ്ട്, പക്ഷെ അത് പോരാ, അവൻ ഇനിയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഈ കെണിയിൽ അവൻ ഇനിയും വീഴ്ത്തണം, അതുകൊണ്ട് എലി അവൾ എന്തായാലും വേണം, നീ പോയിട്ട് അവളെ പിടിച്ചിട്ട് വാന്ന് പറയണം. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പൊ എലിയെ പിടിക്കാനായിട്ട് മരിയോ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. എന്നാൽ കറക്റ്റ് സമയം നോക്കി നിന്ന എലി ഇപ്പോൾ മരിയോയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. അതായത് അതിജീവിക്കാൻ വേണ്ടി ഒരുത്തനെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലുകയല്ലാതെ വേറെ എന്താ ചെയ്യുക. എലി ഒന്നും നോക്കിയില്ല, കയറിട്ട് അവന്റെ കഴുത്തിൽ കുരുക്കി വലിച്ചു പിടിക്കുകയാണ്. അവിടെ വെച്ച് പെടഞ്ഞ് മരിയോ മരിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന സൺഡേ ഉണ്ടല്ലോ, എലിയെ അടിച്ച് വീഴ്ത്തുകയാണ്. തൊട്ടപ്പുറത്ത് ഇയാളുടെ മകൻ മരിച്ചു കിടക്കുകയാണ്. അതിലൊന്നും ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നീട് എലിയെ ബോധം കെടുത്താനായിട്ട് ആ മയക്ക് സൂചി അവളുടെ കഴുത്തിൽ അയാൾ കുത്തി കയറ്റാണ്. ഈ സമയത്താണ് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. മര്യാദക്ക് എന്റെ മോളുടെ ദേഹത്തുനിന്ന് കൈയെടുക്കടാന്ന് പറയണം. നോക്കുമ്പോൾ മറ്റാരുമല്ല, ഹരോൾഡ് ആയിരുന്നു. അച്ഛന് ജീവനോട് കണ്ട സമയത്ത് എലിയും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇപ്പൊ ഹരോൾഡിനെ കണ്ട സമയത്ത് സൺഡേ പറയണം, ആ നീ കറക്റ്റ് സമയത്താണല്ലോ വന്നത്, നിന്റെ മകളെ ജീവനോട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ ജീവി ഉണ്ടല്ലോ യതി, അതിന്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നേക്ക്, പകരത്തിന് പകരം എന്താ ഡീലിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും സൺഡേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കാണല്ലോ. നമ്മുടെ എലി ഒന്നും നോക്കിയില്ല, അവളുടെ കയ്യിൽ മാർഗ്രറ്റ് കൊടുത്ത യതിയുടെ ആ ഒരു പല്ലുണ്ടായിരുന്നു, പല്ലോ നഖോ എന്തോ നല്ല മൂർച്ചയുണ്ടായിരുന്നു. അവളൊന്നും നോക്കിയില്ല, അത് കയ്യിലേക്ക് എടുത്ത് ഇയാളുടെ മുട്ടുംകാലിന് നോക്കി ഒരൊറ്റ കുത്താണ്. ഇയാൾ താഴേക്ക് വീണു. അപ്പൊ ഇയാളുടെ കഴുത്തിന് നോക്കി ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എലിയുടെ ബോധം പൂർണ്ണമായിട്ടും പോയി അവൾ അവിടെ വീണു പോവാണ്. കാരണം ഈ സൺഡേ അവളുടെ ദേഹത്തേക്ക് മയക്കുമരുന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ നേരം സൺഡേ ആണെങ്കിലോ കഴുത്തിൽ മാരകമായ മുറിയായിട്ടുണ്ട്, രക്തം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹരോൾഡിനെ നോക്കിയിട്ട് പറയണ്, നീ ആ ഒരു യതി, ആ ഭീകര ജന്തുവിന് വേണ്ടിയിട്ട് എന്നെയും എന്റെ ടീമിനെയും നശിപ്പിച്ചല്ലേ, ചതിയ. ഇതും പറഞ്ഞ് സൺഡേയും അവിടെ മരിച്ചു വീഴാണ്. അങ്ങനെ ഒരു അല്പനേരം കഴിഞ്ഞു. എലി ബോധം കിട്ടി എടുക്കുകയായിരുന്നല്ലോ. അവൾക്ക് ഇപ്പൊ ബോധം വന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അച്ഛൻ കൂടെ തന്നെയുണ്ട്. എന്നാൽ വലിയ സ്നേഹത്തിലല്ല അച്ഛനോട് അവൾ സംസാരിച്ചത്. ചെറിയ പ്രായത്തിലെ അവളെ ഉപേക്ഷിച്ചു പോയതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എലി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്, മരിക്കാൻ വിട്ടുകൂടായിരുന്നോ, എന്നോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടു പോകില്ലായിരുന്നല്ലോ. എന്നാൽ ഈ സമയത്ത് ഹരോൾഡ് പറയണം, നിനക്കൊരു കാര്യം അറിയോ, ദാ ഈ ചെറിയ കുഞ്ഞിനെ കണ്ടോ, അതായത് യതിയുടെ കുഞ്ഞായിരുന്നു അയാളുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ യതിയെ വേട്ടയാടാൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അതിന്റെ ആ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ, അതിന്റെ ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞ് കരുന്നത് പോലെ എനിക്ക് തോന്നി. മനുഷ്യക്കുഞ്ഞെന്ന് വെച്ചാൽ എന്റെ കുഞ്ഞ്, നീ കരയുന്നത് പോലെ തോന്നി മോളെ എനിക്ക്. അതുകൊണ്ട് ഒരിക്കലും എനിക്കിതിനെ കൊല്ലാൻ കഴിയില്ല. ഈ കുഞ്ഞിനെ ഞാൻ അവർക്ക് വിട്ടുകൊടുത്തില്ല. എനിക്ക് എന്തോ എനിക്ക് നിന്റെ ഒരു ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് ഈ ഒരു കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തിയത്. എനിക്ക് മോളോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല, ചില കാരണങ്ങൾ, ചില സാഹചര്യങ്ങൾ, അതുകൊണ്ടാണ് എനിക്ക് മോളെ വിട്ട് പോവേണ്ടി വന്നത്. ഇതേ നേരം തന്നെ ആ ഒരു അമ്മ യതിയുണ്ടല്ലോ, അതിന്റെ ഭീകരമായിട്ടുള്ള കരച്ചിൽ ഇവർ കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവളുടെ അച്ഛനൊരു കാര്യം പറയണം, മോളെ ഇനി നമുക്ക് അധികം സമയമില്ല. അതിന്റെ കുഞ്ഞിനെ കാണാത്തത് കൊണ്ടാണ് അത് ഇത്രക്കും ദേഷ്യം പിടിച്ച് വയലന്റ് ആയിട്ട് ഇതിലൂടെ നടക്കുന്നത്. നമ്മൾ എന്തായാലും ഒരുമിച്ച് നിന്ന് നമ്മളെ രണ്ടുപേരെയും അത് കൊന്നുകളയും. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് തന്നെ, ആ യതിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. മോൾ ഒരു കാര്യം ചെയ്യും, സൗത്ത് സൈഡിലേക്ക് ഒരു 1/4 കിലോമീറ്റർ പോയാൽ നിനക്കൊരു തോണി കാണാൻ പറ്റും, അത് വെച്ച് രക്ഷപ്പെട്ടു എന്ന് പറയണം. എന്നാൽ എലി പറയണം, ഇല്ല അച്ഛാ, അച്ഛനില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നിങ്ങളോട് എത്ര ദേഷ്യം കാണിച്ചാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനോട് എനിക്ക് അത്രയും സ്നേഹമുണ്ട് അച്ഛാ, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് എന്നെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹരോൾഡ് പറയണം, മോളെ ഞാൻ പറയുന്നത് കേൾക്കണം, കാരണം ഇവിടെ നമുക്ക് മറ്റൊരു വഴിയില്ല, മോള് തൽക്കാലം എന്നെ ഇവിടെ ഉപേക്ഷിച്ചേക്ക്. അച്ഛൻ പറയുന്നത് മോള് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് സൗത്ത് സൈഡിലേക്ക് അവളെ ഇപ്പോൾ ഇയാൾ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ആ യതിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഹരോൾഡിന് മുന്നിലേക്ക് ആ വലിയ യതി വരികയാണ്. പക്ഷേ യതിക്ക് അറിയില്ലല്ലോ അതിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്കിയ ആളാണ് ഈ തൊട്ടു മുന്നിൽ നിൽക്കുന്നതെന്ന്. യതി നോക്കുമ്പോൾ അതിന്റെ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതൊന്നും നോക്കിയില്ല, അവനെ കൊന്നുകളയാണ്. അച്ഛന്റെ കരച്ചിലിപ്പോ എലി കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു തോണി കാണാണ്. പക്ഷേ തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ നദിയുടെ മുകളിൽ ഈ തോണിയും കൊണ്ട് എന്ത് ചെയ്യാനാ, വെള്ളമില്ലാതെ ഈ തോണി തൊഴിഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. അവൾ എന്തായാലും അവളുടെ കോമ്പസ് എടുത്ത് ദിശയൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ഒരു ഭാഗത്തേക്ക് ആ തോണിയും വലിച്ചുകൊണ്ട് അവൾ പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സർവൈവൽ മൂവി. കൂടുതലായിട്ട് കഥയൊന്നുമില്ല, എന്നാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.